എബ്രഹാമതി ഒരു സൈഡിൽ പുതിയ പുതിയ ഹോട്ടലുകൾ വയ്ക്കും, ഷീൽ ഇപ്പർ സൈഡിൽ സിനിമകളെടുത്ത് അത് പണയം വയ്ക്കും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ മുറയ്ക്ക് നടന്നുകൊണ്ട് പോവാണ്. മുറയ്ക്ക് നടക്കുന്നുണ്ട്. ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ അനുമിച്ചേട്ടൻ്റെ ഒരു ക്യാരക്ടറാണ്. ഈ കഥ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാമെന്ന് തോന്നുന്ന ഒരു ആ ക്യാരക്ടറിലേക്ക് നമ്മൾ എത്തണമല്ലോ. അങ്ങനെ എത്താനുള്ള ഒരു കാരണം ഉണ്ടാവുമല്ലോ. അല്ല, പ്രധാന കാര്യം വെച്ചാൽ ഞാനിങ്ങനെ ഒന്നും ഒരു ബേസ് ഹ്യൂമർ, ലൈറ്റ് ഹാർട്ടഡ് ഹ്യൂമറുള്ള ക്യാരക്ടേഴ്സ് കുറേ കാലമായി ചെയ്തിട്ട്, നമ്മൾ ഒന്നീ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ അങ്ങനെ ഡോക്ടർ എന്നൊക്കെ പറയുന്ന എൻ്റെ സ്ഥിരം വാർപ്പ് മാതൃകകളിൽ നിന്നൊക്കെ മാറിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് വല്ലപ്പോഴാണ് വരുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഇതൊരു ഷീലവും എബ്രഹാം ചേട്ടനും എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത സുഹൃത്തുക്കളും ആണ്. അവരൊരു സിനിമ നിർമ്മിക്കുമ്പോൾ അതിനകത്ത് ഭാഗമാവുക എന്നുള്ളത് തന്നെ ഇറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ്. നല്ല രസമുള്ള ഷൂട്ട് ടൈം ആയിരിക്കും. ഞാൻ എപ്പോഴും അത് ആഗ്രഹിക്കുന്ന ഒരാളാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത, സ്ട്രെസ്സ് വലുതായിട്ടില്ലാത്ത അത്തരം ഒരു ഷൂട്ടിംഗ് അറ്റ്മോസ്ഫിയർ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ അതായിരിക്കും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടും, പിന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ മറ്റു ഇൻ്റർവ്യൂസ് പറഞ്ഞ പോലെ ഇതിനകത്ത് അൾട്ടിമേറ്റ്ലി ഇതൊരു ഫാമിലി ഫിലിമാണ്. ഇത് ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള സിനിമയേ അല്ല. അവർക്ക് റിലേറ്റ് ചെയ്യാനും പറ്റത്തില്ല. ഇതൊരു 30+ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് വന്ന് ഒരു ക്യൂട്ട് ബ്യൂട്ടിഫുൾ ഫിലിം അങ്ങനെ ആസ്വദിച്ച് പോകാവുന്ന ഒരു സിനിമയാണ്. ബാക്കി അതിൻ്റെ വരുംവരായകൾ നമ്മൾ അറിയില്ല, നമ്മളെല്ലാം ട്രൈ ചെയ്യണമല്ലോ. ഇതെല്ലാം നമുക്ക് നേരത്തെ ഈ ഫോർമുലാസും എന്താണ് ഇതിൻ്റെ ഹിറ്റ് മന്ത്ര എന്നുള്ളത് അറിയാമെങ്കിൽ നമ്മൾ അതല്ലേ ചെയ്യുള്ളൂ. നമുക്കറിയില്ല. വി ആർ ഓൾ ട്രൈങ്. ഇപ്പം നമ്മളിപ്പം വെറുതെ ഒരു ഇതിന് ഷീലുവിനെ കുറേ കഴിഞ്ഞ കുറേ ഇൻ്റർവ്യൂ ആയിട്ട് ഷീലു തന്നെ പറഞ്ഞ പോലെ എയറിൽ നിർത്തുന്ന പല കാര്യങ്ങളും ഇതിനകത്ത് നമ്മൾ പറഞ്ഞു. പക്ഷേ എന്തോ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാതെ തന്നെ ഗൾഫിലൊക്കെ പോയിട്ട് വരും. അതെ, അപ്പൊ അതല്ലാതെ അവരിപ്പോഴും സിനിമകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. 15ഓളം സിനിമകൾ നിർമ്മിക്കുന്നു. ഇനിയും എന്തായാലും തുടരും. അപ്പം അത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പം ആ മൂവീസ് തുടരുന്നില്ലേ? 15 ഇപ്പം എല്ലാം സൂപ്പർ ഹിറ്റുകളോ ഒന്നും അല്ല. വളരെ കാശ് പോയ 2-3 സിനിമകൾ ഉണ്ട്. എന്നിട്ട് പോലും വീണ്ടും സിനിമകൾ ചെയ്യുന്ന ഈ സിനിമയോടുള്ള, ഈ മാധ്യമത്തോടുള്ള ഒരു ഇഷ്ടം ഇതിനകത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പം അതിനൊപ്പം കൂടെ നിൽക്കുമ്പോൾ ഒരു ഭംഗിയുണ്ട് ആ മൊത്തം കാര്യത്തിൽ. ഇപ്പം ഞാനും ഒക്കെ ഈ ഒരു കമ്പനിയുടെ ഭാഗമാവുന്നതിൻ്റെ കാരണം അത് തന്നെ ആയിരിക്കണം. നല്ലൊരു കോർഡിയൽ അറ്റ്മോസ്ഫിയറിലാണ് ഇത് മൊത്തം പോകുന്നത്. ഇതിനകത്ത് മറ്റ് ബഹളങ്ങളില്ല, മറ്റ് സ്ട്രെസ്സുകളില്ല. പിന്നെ ഓഫ് കോഴ്സ് മനോജും കൃഷ്ണ പൂജപ്പുരയും അന്ന് പറഞ്ഞ കഥയ്ക്ക് ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. ആ ക്യൂട്ട്നെസ്സിലേക്ക് ആ സിനിമ എത്തിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ. ചെറിയ സിനിമയാണ്, വളരെ ചെറിയ ഒരു സിനിമയാണ്. വളരെ ഒരു റെസ്ട്രിക്റ്റഡ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ചെയ്യുന്ന സിനിമയാണ്. ഒരു ചെറിയ ചിരിയോടെ നമുക്ക് മൊത്തം ഫാമിലീസിന്, സ്പെഷ്യലി ഫാമിലീസിന് കണ്ട് പോകാവുന്ന ഒരു സിനിമയാണ്. എന്തായാലും ഈ ധ്യാനുമായിട്ട് ഇതിനു മുമ്പ് ഒരുമിച്ച് അഭിനയിച്ച ഞങ്ങൾ തുടങ്ങിയതിന് ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് ഉറങ്ങുമായിരുന്നില്ല. അഭിനയിച്ച ആദ്യമായിട്ടല്ലേ ഒരുമിച്ച്? അനുമിച്ച, ഈ ധ്യാൻ്റെ ഇന്റർവ്യൂസ് ഒക്കെ കാണാറുണ്ട് അനുമേട്ടൻ. ഇപ്പം നിങ്ങൾ കുറേ ഇന്റർവ്യൂസ് ഇപ്പോൾ ഒരുമിച്ച് അറ്റൻഡ് ചെയ്തു. നിങ്ങൾ ഒരുമിച്ചുള്ള ഇന്റർവ്യൂസും ആദ്യമായിട്ടായിരിക്കും. ഇതിനു മുമ്പ് ഇന്റർവ്യൂസിൽ നിങ്ങൾ ഒരുമിച്ചിരുന്നിട്ടില്ല. ഇല്ലല്ലോ. ധ്യാൻ എന്നൊരു വ്യക്തിയെക്കുറിച്ച് വ്യക്തിപരമായ അഭിപ്രായം എന്താ? അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തിനാണ്? കാരണം കുറെ കഥകൾ എനിക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പുറത്തെവിടെയും പോയി പറയുന്നുള്ള പേടിയായിരിക്കും. എന്തായാലും കഥ പറയുന്നത് വളരെ സൂക്ഷിച്ച് പറയുകയും ചെയ്യണം കേട്ടോ. അല്ല, അവർക്ക് നുണയും പറയാൻ പറ്റും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.